വിദ്യാർത്ഥികളുടെ സമരമാണോ? വിദ്യാർത്ഥികളുടെ സമരം തന്നെയാണോ അവിടെ നടക്കുന്നത്? എനിക്ക് ചെറിയ അത്ഭുതം. എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ചില ഇൻഫർമേഷൻസും ഇപ്പോഴത്തെ പുതിയ ചില വെളിപ്പെടുത്തലുകളും വെളിയിൽ വന്നിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം, ഞാൻ ഒന്നാമത് ചോദിക്കുക, ഇവിടെ വന്നിട്ടുള്ള അഭിലാഷ് മോഹൻ അടക്കം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തിനാണ്? ഞാൻ ഇതിന്റെ ഒരു കാരണം ഒന്ന് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നീറ്റ് എക്സാം കുളമായി 2 തവണ നടത്തേണ്ടി വന്നു. രാജ്യത്ത് 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. CBSE പരീക്ഷ കുളമായി. CBSEയുടെ 12ാം ക്ലാസ് മൂല്യനിർണ്ണയം നാശമായി. അങ്ങനെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖല കുളം തോണ്ടി. അപ്പൊ അതിനൊരാൾ അക്കൗണ്ടബിൾ ആവണ്ടേ? ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഈ മെയ് മാസം 3-ാം തീയതി ഒന്നാമത്തെ മറുപടി എന്ന് പറയുന്നത്, ഈ നീറ്റ് അടക്കമുള്ള എക്സാമിനേഷൻ ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് എത്രയോ പ്രാവശ്യം നീറ്റ് അല്ലെങ്കിലും നീറ്റുമായി തത്തുല്യമായി ബന്ധപ്പെട്ട പല പരീക്ഷകളിലും ഇതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ കാര്യങ്ങൾ സംഭവിച്ചപ്പോഴൊന്നും ഇത്തരം സമരങ്ങളോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനോ ഒന്നും അല്ലെങ്കിൽ മന്ത്രിമാർ രാജിവെക്കണമെന്നൊന്നും ആരും അന്ന് പറഞ്ഞ് വലിയ ബഹളമൊന്നും വെച്ചിട്ടില്ല. പേപ്പർ ലീക്കായി. മനുഷ്യർക്ക് സഹനശക്തിയില്ലേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പേപ്പർ ലീക്കാക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ലീക്കായാൽ മാത്രം എന്താ കുഴപ്പമെന്നാണോ? അല്ല, ഞാൻ പറയുന്നത് കേൾപ്പിക്കില്ല എന്നുള്ള വാശി. അങ്ങ് പറയുന്നതും കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നതും കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ കൊണ്ടത് അല്ല, ഇടയ്ക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾ പറയും. അപ്പോഴല്ലേ അതൊരു സുഖം. നിങ്ങളുടെ കയ്യിലാണ് മൈക്ക്. അപ്പം ഞാൻ പറയുന്നത് പിന്നെ നാട്ടുകാർ കേൾക്കൂല. എൻ്റെ ചങ്ങാതി കഴിഞ്ഞ 20 വർഷമായിട്ട് എത്രയോ തവണ ലീക്കുണ്ടായി. ഈ ഇപ്പം കഴിഞ്ഞ PSC തെരഞ്ഞെടുപ്പ് കേരളത്തിൽ PSCയുടെ മറ്റേ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ലീക്ക് ഉണ്ടായില്ലേ? കർണാടകയിൽ ഉണ്ടായില്ലേ? നോൺ കോൺഗ്രസ് ഗവൺമെൻറ്സിൻ്റെ 182 പ്രാവശ്യം ഇന്ന് അത് ദേശീയ മാധ്യമം വെളിയിൽ വിട്ടിട്ടുണ്ട്. 182 പ്രാവശ്യമാണ്. ഇപ്പം 146 പറഞ്ഞത്. 182 പ്രാവശ്യം നോൺ BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. 1,00,000-ൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അത് ബാധമായിട്ടുണ്ട്. ഇത് പറഞ്ഞതൊന്നും BJP ഒന്നും അല്ല, ടൈംസ് നൗ ആണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാനൊന്ന് തിരിച്ചു പറയുകയാണ്. ശരിയാണ്, ഞാനതിനെ നിഷേധിക്കില്ല. നീറ്റ് പരീക്ഷയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അതിന് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നീറ്റിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറഞ്ഞു. ആരാണ്? മെയ് 3-ാം തീയതിയാണ്. അഭിലാഷ് മോഹൻ, ഇതൊന്ന് ദൈവത്തെ ഓർത്ത് ഇടയിൽ ഇടപെടാതെ ഒന്ന് കേൾക്കണം. മെയ് മാസം 3-ാം തീയതിയാണ് പരീക്ഷ ഉണ്ടായത്. മെയ് 4-ാം തീയതി ആ പരീക്ഷ സംഘടിപ്പിച്ച സംഘടന തന്നെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ചെറിയ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. NTA അവർ തന്നെ പറഞ്ഞു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഉടനെ ഗവൺമെൻറ് എന്താ ചെയ്തത്? ഗവൺമെൻറ് ആ പരീക്ഷ ക്യാൻസൽ ചെയ്തു. പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ട് ഗവൺമെൻറ് എന്താ ചെയ്തത്? അടുത്ത പരീക്ഷ അനൗൺസ് ചെയ്തു. അടുത്ത പരീക്ഷ ജൂൺ 21-ാം തീയതി അടുത്ത പരീക്ഷ വന്നു. ആ ജൂൺ 21-ാം തീയതിയിലെ അടുത്ത പരീക്ഷയിൽ പരസ്യമായി ഇവിടുത്തെ നീറ്റ് വിദ്യാർത്ഥികളോട് ധർമ്മേന്ദ്ര പ്രധാൻ മാപ്പ് പറഞ്ഞു. എന്നിട്ട് ജൂൺ 21-ാം തീയതി അദ്ദേഹത്തിൻ്റെ അടുത്ത പരീക്ഷ, നീറ്റ് പരീക്ഷ നടന്നു. വിദ്യാർത്ഥികൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. നീറ്റ് മാറ്റർ ഈസ് ഓവർ. അതോടുകൂടി നീറ്റ് മാറ്റർ കഴിഞ്ഞു. ഇനി അത് വിരോധമില്ല. വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യണോ? സമരം ചെയ്യാം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണോ? രാജിവെക്കട്ടെ. രാജിവെക്കാൻ വേണ്ടി സമരം ചെയ്യണോ? ചെയ്യാം. സോനം വാങ്ചുങ് വന്ന് സമരത്തിനിരുന്നു. 21 ദിവസം അല്ലെങ്കിൽ 22 ദിവസം അദ്ദേഹം നിരാഹാരവുമായി സമരം ചെയ്തു. ഒരാളും തല്ലിയില്ല, ഒരാളും അടിച്ചില്ല. ഞാൻ കഴിഞ്ഞ നിർത്തി. ഒരാൾ തല്ലിയില്ല, ഒരു ഗവൺമെൻറ്റും ഇഷ്യൂ ഉണ്ടാക്കിയില്ല. സോനം വാങ്ചുങ്ങുമായിട്ടോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ആളുകളുമായിട്ടോ തർക്കമുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ സമരം ജന്തർ മന്ദറിൽ നടന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സമരവും ആ സമരവും തമ്മിൽ ബന്ധപ്പെടുത്താൻ പറ്റില്ല. 118 പോലീസുകാരെയാണ് സാർ ആക്രമിച്ചിരിക്കുന്നത്. പോലീസുകാരെ ആക്രമിച്ച പോലീസുകാർ ഉമ്മ വെക്കുമോ? മാർച്ചിലേക്ക് സോഷ്യൽ മീഡിയയിൽ ധാരാളം വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്ന വീഡിയോ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പെൺകുട്ടി അതിഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു. അഭിലാഷ് മോഹൻ,
അഭിലാഷ് അല്ല, നമ്മൾ അത് പറഞ്ഞ് തർക്കിക്കരുത്. എത്ര ഭീകരമായിട്ടാണ് ഒരു കാര്യം മനസ്സിലാക്കണം. അല്ല, വേണ്ട തർക്കം. ഒറ്റ കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു കാര്യം പറയാം. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, മറ്റു അതിഥികളിൽ കൂടെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ പോലീസ് അക്രമം നടത്തിയ വിദ്യാർത്ഥികളെ അവര് ബാറ്റൺ ചാർജ് ചെയ്തു, അതല്ലെങ്കിൽ അവര് തടഞ്ഞു, മനസ്സിലാക്കാം. അത് നമ്മൾ ഇവിടെയും കണ്ടിട്ടുണ്ടല്ലോ. പോലീസ് വലിയ കല്ല് പെറുക്കി എറിയുന്നത് കണ്ടിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഡൽഹി പോലീസ് കല്ലുകളെടുത്ത് കല്ല് വലിച്ചെറിയുന്ന എത്ര വീഡിയോ വന്നു? പോലീസ് ആരെ കല്ലെറിഞ്ഞിട്ട് കല്ലുകൊണ്ട് പലർക്കും തലയ്ക്ക് പരിക്കേറ്റില്ല, പോലീസുകാർക്കടക്കം. പോലീസ് കല്ലെറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ ശ്രീ ഗോപാലകൃഷ്ണൻ? വലിയ പാറ കഷ്ണങ്ങൾ എടുത്ത് വിദ്യാർത്ഥികൾക്ക് പോലീസ് എറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. മറുപടി പറഞ്ഞോട്ടെ. പറയൂ. മറുപടി പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഡൽഹിയിലെ ലേഖകനും ഈ കേരളത്തിലെ റിപ്പോർട്ടർ ചാനലിലെ ലേഖകനും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് ഈ കേരളത്തിലെ മലയാളികളൊക്കെ കണ്ടു. എന്താ പറഞ്ഞത്? പാറക്കല്ലെടുത്ത് എറിയുകയാണ്. അയ്യോ, എനിക്ക് പാറക്കല്ലിന്റെ ഏറ് കിട്ടി. ആർക്കാ? ഈ ഒരു മാധ്യമ പ്രവർത്തകന് പാറക്കല്ലിന്റെ ഏറ് കിട്ടി. അയാളുടെ പേര് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ആ പാറക്കല്ലിന്റെ ഏറ് അയാൾക്കും കിട്ടി, കേരളത്തിലെ മാധ്യമ പ്രവർത്തകനും കിട്ടി, സകല ആളുകൾക്കും കിട്ടി. ഒരു പക്ഷെ പോലീസ് അങ്ങോട്ട് എറിയുണ്ടാവും. ഇത് ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല, ഇത് റിപ്പോർട്ടർ ചാനലിന്റെയും മാതൃഭൂമി ചാനലിന്റെയും കേരളത്തിലെ മലയാള ചാനലിന്റെ ആളുകൾ പറഞ്ഞതാണ്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. വളരെ ടൈംസ് നൗവിന്റെ മറ്റേ മാധ്യമ പ്രവർത്തക, ആ ടൈംസ് നൗവിന്റെ മാധ്യമ പ്രവർത്തക ഷഫീര നീഗം, ആ ഷഫീര നീഗം ആക്രമിച്ചതാരാ? ഇന്ന് ടൈംസ് നൗ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. അവര് അഭിലാഷ് മോഹനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകയല്ലേ? അവരെ ആക്രമിച്ചതാരാ? വിദ്യാർത്ഥിയുടെ പേര് പറഞ്ഞിട്ട് ഈ അവരെ ആക്രമിച്ചോ എനിക്കറിയില്ല. അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരാണ്. ശരി ശരി ശരി. ആക്രമിച്ചോ? നിങ്ങൾ ടൈംസ് നൗ പോയി നോക്ക്. അവരുടെ പേരാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സമരക്കാർക്കിടയിൽ നല്ല പേരായത് കാരണം ഒറ്റ കാര്യം, അവർ ഈ ടൈംസ് നൗവിനെ റിപ്പബ്ലിക് ടിവി ഒക്കെ ബിജെപി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അല്ല അത് നിങ്ങൾക്ക് അങ്ങനെ പറയാമോ? ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കാം. ഒരൊറ്റ കാര്യം ചോദിച്ചു നിൽക്കാം. ഹൈഡ്രജൻ ട്രെയിൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ. എന്താ ഈ ഹൈഡ്രജൻ ട്രെയിൻ കല്ലെടുത്ത് എറിഞ്ഞ് കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതാരാ? വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ആക്രമണം നടന്നത് എവിടെയാണ്? ഒരു സെക്കൻഡ് സാർ, ഇതാണ് ഈ മാതൃഭൂമി മാത്രമല്ല ചാവിപ്പട ഗ്രൂപ്പിൽ വരുന്ന സംഗതികളെല്ലാം എടുത്ത് പറയുമ്പോൾ പ്രശ്നം ഇത്. ഈ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞത് എവിടെയാ? ഹൈഡ്രജൻ ട്രെയിനിനെതിരെ കല്ലെറിഞ്ഞത് എവിടെയാ? തകർത്തതാര്? അത് പാറ്റ്നയിലാണ്. ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ഒരു സെക്കൻഡ് സാർ, അതൊന്നും ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല. അക്രമം അഴിച്ചുവിടാൻ ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല ഈ ഹൈഡ്രജൻ ട്രെയിനിന്റെ ആക്രമണം. ഡൽഹിയിലെ 118 പോലീസുകാർ, 118 ഇടവേളയിലേക്ക് പോകുന്ന ഒരു കാര്യം പറയാൻ, ഹൈഡ്രജൻ ട്രെയിനിന്റെ കാര്യം ഒറ്റ കാര്യമുള്ളൂ. അതായത് ഈ പാറ്റ്നയിൽ, ബീഹാറിൽ, ഒരു സെക്കൻഡ് സാർ കേൾക്കൂ, ബീഹാറിൽ ഏതോ ഒരു പ്രത്യേക പോലീസിലേക്കാണോ തോന്നുന്നു, ഒരു റിക്രൂട്ട്മെന്റ് പരീക്ഷ നടക്കുന്ന ദിവസം ട്രെയിൻ വൈകിയത് കൊണ്ട് ഈ ഉദ്യോഗാർത്ഥികൾക്ക് സമയത്ത് പരീക്ഷയ്ക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് അതിൽ രോഷാകുലരായ ആളുകൾ ഈ പാറ്റ്നയിൽ, ബീഹാറിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ കുറച്ചു നാൾ മുമ്പത്തെ കല്ലേറിന്റെ വിഷയമാണ്. ഡൽഹിയിലെ കുട്ടികൾ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു, ഹൈഡ്രജൻ ട്രെയിൻ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല. ഡൽഹിയിലെ സമരം ചെയ്ത വിദ്യാർത്ഥികൾ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ആക്രമണം നടത്തിയിട്ടില്ല. അത് ബീഹാറിൽ കുറച്ചു ദിവസം മുമ്പ് നടന്ന കാര്യമാണ്. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ 63 വാഹനങ്ങളാണ് തകർത്തത്. ഹൈഡ്രജൻ ട്രെയിനില്ലേ? 63 വാഹനങ്ങളാണ് ഡൽഹിയിൽ തകർത്തിരിക്കുന്നത്. അഭിലാഷ് മോഹൻ, പോലീസ് തന്നെ തകർക്കുന്ന വിഷയമുണ്ട്. പോലീസ് രാത്രി കൊണ്ട് കണ്ണാടി കുത്തിപ്പൊട്ടിക്കുന്ന വിഷയമുണ്ട്. പോലീസ് രാത്രി കൊണ്ട് കണ്ണാടി കുത്തിപ്പൊട്ടിക്കുന്ന വിഷയമുണ്ട്. സാധാരണക്കാരുടെയും 63 വാഹനങ്ങളാണ് തകർത്തത്. 63 വാഹനം ആര് തകർത്തു? അതൊക്കെ അന്വേഷിക്കണം. അന്വേഷിച്ച് വന്നാൽ മനസ്സിലാവും. ഒരിക്കലും ഇടവേള അത്യാവശ്യമാണ്.